ബിഗ് ബോസ് ലൈവിൽ അപ്പോൾ ജാസ്മിന് എന്ത് ചെയ്താൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ജാസ്മിൻ അപ്പോൾ ഒരുപാട് പ്രാവശ്യം ജിൻഡോയോട് മാറി കിടക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇച്ചിരി അങ്ങനെ താഴേട്ട് കിടക്കുവാണെങ്കിൽ ജാസ്മിന്റെ കാല് നേരെ വെക്കാൻ പറ്റും. ഇപ്പൊ ജാസ്മിൻ വളച്ച് കാല് വെച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ജിൻഡോയോട് എന്ത് പറഞ്ഞിട്ടും ജിൻഡോ കേൾക്കുന്നില്ല. ആദ്യമൊക്കെ ജാസ്മിൻ നല്ല രീതിയിലൊക്കെ ജിൻഡോയോട് പറയുന്നുണ്ട്, പക്ഷെ ജിൻഡോ മൈൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ദേഷ്യപ്പെട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും എണീറ്റ് വരുവാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് പിന്നെ അത് വലിയൊരു വിഷയം തന്നെ ആവുകയാണ്. എല്ലാവരും വന്നിട്ട് അപ്പൊ ജിൻഡോയോട് പറയുന്നുണ്ട് കുറച്ച് താഴേട്ട് ഇറങ്ങി കിടക്കുക, അപ്പോൾ അവൾക്ക് അവിടെ കിടക്കാലോ എന്നുള്ളത്. AC കൊണ്ട് കിടക്കാനൊന്നും അല്ല ജയിലിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അല്ല കിടക്കേണ്ട, അപ്പുറത്താണ് നീ പോയി കിടക്കേണ്ടത്, നീ ബെഡിട്ട് അപ്പുറം കിടക്കുന്നതാണ് അപ്പൊ ജാസ്മിനോട് ജിൻഡോ പറയുന്നത്. അപ്പൊ അപ്പുറം കിടക്കുന്നതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ സൈഡിൽ കിടക്കുമ്പോൾ ഒന്നാമത് ഫുള്ള് ലൈറ്റ് ആണ്, അത് മാത്രമല്ല അവിടെ എങ്ങനെ നിരപ്പല്ല, അപ്പൊ അവിടെ കിടക്കുമ്പോൾ നടുവേദന വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ കിടക്കാൻ. അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പുറം കിടക്കുന്നത്. അത് മാത്രമല്ല ഇപ്പുറം കിടക്കുമ്പോൾ എങ്ങാണ്ടാണ് ഇവർക്ക് കൂളിംഗ് കുറച്ചെങ്ങാണ്ട് കിട്ടും അപ്പുറത്തെ AC എന്തോ, അപ്പൊ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അവിടെ കിടക്കുന്നത്. ജാസ്മിൻ അപ്പൊ പറയുന്നത് ജിൻഡോ എന്നെ ഉറക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജയിലിന്റെ ഉള്ള ബാത്റൂമിൽ സിഗരറ്റിന്റെ മണം ഉണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ സിഗരറ്റ് വലിച്ചു എന്നുള്ളതാണ് അപ്പൊ ജാസ്മിൻ പറയുന്നത്. അത് ഇഷ്യൂ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ ഉറക്കില്ല എന്നുള്ളത്, അതിന് പകരം വീട്ടണയാണ് എന്നുള്ളതാണ് ജാസ്മിൻ അപ്പൊ പറയുന്നത്. വീട്ടുകാരും ജാസ്മിനും എല്ലാവരും പറഞ്ഞിട്ടും ജിൻഡോ അപ്പൊ മാറുന്നില്ല. എന്ത് ചെയ്താൽ ജാസ്മിന് പക്ഷെ ലാസ്റ്റ് കലി വന്നിട്ട് ജാസ്മിൻ ജിൻഡോനെ അടിക്കുവാണ്. അത് പക്ഷെ ചെയ്ത് ശരിയായില്ല. എത്ര ദേഷ്യം വന്നാലും പുള്ളിനെ അടിക്കാൻ പാടില്ലല്ലോ, പറയാനായിരുന്നു പാടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാവരും അടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നന്ദന പറയുന്നുണ്ട് അപ്പൊ ഇത് അടിച്ചത് ശരിയായോ എന്നൊക്കെ ചോദിച്ച് നന്ദന അവിടെ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ബിഗ് ബോസിനോട് പറയാന്നൊക്കെ നന്ദന അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദനോട് നീ എന്തെങ്കിലും കൊണ്ട് കേസ് കൊടുക്കുന്നൊക്കെ ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എന്നെ ഇപ്പൊ അടിച്ചത് എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ട് നീ അടിച്ചതെന്നൊക്കെ പറയും. അപ്പൊ സിജോയും അതുപോലെ തന്നെ ശ്രീരേഖയൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ശരണ്യനും ചെയ്ത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ, അപ്പൊ അതിന് കേസ് കൊടുക്കണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും അപ്പൊ ജിൻഡോയ്ക്ക് എതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ജിൻഡോയുടെ നാടകമാണെന്നുള്ള രീതിയിൽ അവരൊക്കെ പറയുന്നുണ്ട് ഇത് പുള്ളി കണ്ടന്റിന് വേണ്ടി ഇപ്പോൾ ഓരോന്ന് കാണിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. എന്നിട്ടും ജിൻഡോ പറയും ഞാൻ മാറി കിടക്കില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ജിൻഡോ പിന്നെ പറയുകയാണ് ഇവിടെ ഒരു പോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ജാസ്മിൻ ഇപ്പൊ കിടക്കുന്ന സ്ഥലത്ത് ഒരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പോട്ട് മാറ്റി കൊണ്ടു വെച്ചു, ആ പോട്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ വച്ചാലാണ് ഞാൻ ഇപ്പുറം പോയി കിടക്കുള്ളൂ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞിട്ട് പവർ ടീമിലെ ശരണിയും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ശ്രീതുഗുണയും കൂട്ടിയിട്ട് പോട്ട് ഇപ്പുറം കൊണ്ടു വയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് ജിൻഡോയോട് ഇവിടെ നേരെ കിടക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടാണ് പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിനോട് ഒന്നെങ്കിൽ ഉറങ്ങാനൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ അപ്പോൾ ഉറങ്ങാതെ ഇരിക്കുവാണ് ജയിലിൽ, ജിൻഡോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് അവർ കയറി പോവുകയാണ്, ഇനി ഇയാൾക്ക് കണ്ടന്റ് ഒന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ഇയാൾ ഇത് ചുമ്മാ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാനാണ് ജിൻഡോ നോക്കുന്നത് അവിടെ സിജോയും ശ്രീരേഖയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ആരുടെ ഭാഗത്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.